പോലീസിന് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നു, തെളിവുകൾ പുറത്തു വന്നു. ഈ പോലീസിനെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ, പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്കറിയാം വാരാപ്പുഴ കസ്റ്റഡി കൊലയുടെ കാലത്തൊക്കെ മുഖ്യമന്ത്രി അസംബ്ലിയിൽ പോലും പറഞ്ഞത് പോലീസിൻ്റെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്നാണ്. ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്താലുള്ള ഒരു പ്രശ്നം പിണറായി വിജയൻ സർക്കാരിന് കീഴിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രകടനം വിചാരണ ചെയ്യപ്പെടുമെന്നുള്ളതാണ്. അത് താങ്ങാനുള്ള കെൽപ്പ് ഇപ്പോൾ സർക്കാരിനുണ്ടോ? അല്ല അജിംസെ, ഈ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നൊരു പഞ്ച് ഡയലോഗ് അടിച്ചെന്ന് മാത്രമല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും പറയത്തക്ക രീതിയിലുള്ള ആത്മാർത്ഥതയില്ല. അദ്ദേഹത്തിന് ഇത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ അട്രോസിറ്റിനെ കഠിനമായ രീതിയിൽ വിമർശിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ 2021 ഈ വിഷയം പുറത്തു വന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഉന്നത നേതാക്കളെയൊക്കെ ആശ്രയിച്ചപ്പോൾ അവരാരും കാര്യമായ രീതിയിലൊന്നും ഇതിനെക്കുറിച്ച് പരിഗണിക്കുകയോ ആ ചെറുപ്പക്കാരനോടൊപ്പം നിൽക്കുകയോ ചെയ്തില്ല. അത് പിന്നെ പോലീസിനൊരു കൈത്താങ്ങായെന്നൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, അത് ദുർവ്യാഖ്യാനമായിരിക്കും. പക്ഷേ ഇപ്പോൾ ആ വിഷ്വൽ പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർത്തിരിക്കുന്ന തന്നെയല്ല, ആ ഉദ്യോഗസ്ഥർ കാക്കിയിടാൻ യോഗ്യരില്ല എന്നുള്ളൊരു പ്രതികരണത്തിലേക്കാണ് കേരളത്തിലെ പൊതുജനത്തിൻ്റെ ഒരു മനസാക്ഷി മാറിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഭരണകാലത്ത് നടന്ന പോലീസ് അട്രോസിറ്റികളിൽ സമാനതകളില്ലാത്ത അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ ഒരു ഉരുട്ടിക്കൊല നടന്നത് ഉദയകുമാറിനെയാണ് തിരുവനന്തപുരം പോർട്ട് സ്റ്റേഷനിൽ വെച്ചു. ആ ചെറുപ്പക്കാരൻ്റെ അമ്മയുടെ വേദനകൾ നമ്മളൊക്കെ തന്നെ എത്രയോ ചർച്ചകളിൽ പങ്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പോലീസിൻ്റെ ആയിട്ടുള്ള ഇടപാടിൽ നീതിമാന്മാരുടെ വേഷം കെട്ടുന്ന ഒരു കാപട്യാണ്. പിന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ചോളം വി ഡി സതീശൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ ഭരണകാലത്ത് ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ 122 പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് 2 DYSPമാർ സഹിതം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. 221 ഉദ്യോഗസ്ഥന്മാർ പിരിച്ചുവിടാനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കർശനമായ നടപടികൾ എടുത്തൊരു ഗവൺമെൻറ്റാണിത്. പിന്നെ ഈ സംഭവത്തിലേക്ക് വന്നാൽ ഇത് അങ്ങേയറ്റ തെറ്റാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്ത കാടത്തമാണ്. മനുഷ്യത്വരഹിതമായ, മനസാക്ഷിയുള്ള ഒരു മനുഷ്യന് പോലും കണ്ടിരിക്കാൻ സാധിക്കാത്ത മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട DIG കഴിഞ്ഞ ദിവസം ഈ വിഷ്വൽസ് പുറത്തു വന്ന ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു. എന്തായാലും DIGയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കുക എന്നുള്ള അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്, പോലീസ് നേരത്തെ കണ്ടതാണ്. ആ വിഷ്വൽസ് DIG ഉൾപ്പെടെ പോലീസിന്റെ ഒരു ആഭ്യന്തര അന്വേഷണത്തിൽ ഈ വിഷ്വൽസ് ഒക്കെ പരിശോധിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ DIG എന്തെങ്കിലും അഭിപ്രായം പറയാനല്ല, സർക്കാർ ഇവരെ സംരക്ഷിക്കുകയാണ്, ഇവരെ പിരിച്ചുവിടണേ എന്നാണ് ചോദ്യം. അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് നമ്മളൊക്കെ എടുത്തിരിക്കുന്നത്. അത് പിരിച്ചുവിടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിരിച്ചുവിട്ടാൽ തന്നെ പോരാ, അവരുടെ ശിഷ്ടകാലം അവർ ശിക്ഷയ്ക്ക് വിധേയരാകണം. അവർക്ക് പെൻഷൻ പോലും കിട്ടാത്ത രീതിയിലുള്ള നടപടി സ്വീകരിക്കണം. അതായത് യാതൊരു തർക്കമില്ല. കാരണം കേരളത്തിൽ ഒരു മനുഷ്യനും ഈ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയം പോലും നോക്കാതെ കൊണ്ട് തന്നെ ഈ രീതിയിൽ അതിനെ കാണുള്ളത് വിശ്വസിക്കുന്നതാണ് ഞാൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അജിംസ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഈ മേലുദ്യോഗസ്ഥന്മാർ ഈ വിഷ്വൽസ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് തന്നെ ഈ പോലീസ് സ്റ്റേഷനിലെ വിഷ്വൽസ് അവർ നശിപ്പിച്ചിട്ട് കമ്മീഷൻ ഓഫീസിൽ നിന്ന് കോടതിക്ക് വിവരാവകാശത്തിലൂടെയും കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത് പുറത്തു വന്നത്. അത് യാതൊരു തർക്കമില്ല. അപ്പം തങ്ങളുടെ സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്നുള്ള വസ്തുതയാണ്. പക്ഷെ അതുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെയും കേരളത്തിലെ പോലീസ് സേനയും കാടടച്ച് ആക്ഷേപിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്തിനൊരു കണക്ക് ഞാൻ പറയാം. ഇന്ത്യയിൽ ആകമാനം പോലീസിൻ്റെ ക്രിമിനൽ എന്ന് പറയുന്നത് 12%. 2016 ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ അത് കേരളത്തിൽ 6% മാത്രമേ ഉള്ളൂ. നമ്മുടെ നേട്ടം തന്നെ. ഇപ്പോൾ അത് 4% മാത്രമേ ഉള്ളൂ. ഈ 4%-നുള്ളിലെ ചില ക്രിമിനൽസ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിനെ സേനയെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ്, ഞങ്ങൾ തെരുവിലിറങ്ങും, ഞങ്ങൾ അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞത് ഒരു പ്രതിപക്ഷ നേതാവിന് ചോർന്നതല്ല. ഒരുപക്ഷെ ഈ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ തുടരുകയാണ്, അവർ ജോലി ചെയ്യാൻ അർഹരല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അവരെ തടയും എന്ന് പറയുന്നതിന് എന്താ പ്രശ്നം? അല്ല, അത് ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർ കാക്കിയിട്ട് ഇനി തുടരാണ്ട് അർഹരല്ല എന്നുള്ളവർക്ക് യാതൊരു സംശയമില്ല. സർക്കാർ അതിൻ്റെതായ ചില നടപടിക്രമങ്ങളുണ്ട്, അതനുസരിച്ച് നടപടി സ്വീകരിക്കുന്നതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്നും യാതൊരു മാറ്റവും വരുത്തില്ല. തന്നെയല്ല, DIG പറഞ്ഞതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, അത് അജിംസ് ശ്രദ്ധിച്ച് കാണുകയും. അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോൾ കോടതിയുടെ മുമ്പിലാണ് ഈ വിഷയം, കോടതി താമസം ഇതിൻ്റെ വിധി പ്രഖ്യാപിക്കും. വിധി പ്രസ്താവന ഏത് രീതിയിലാണെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാരെ കഠിനമായ ശിക്ഷ കോടതിയുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് പെൻഡിങ്. അവർക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടി എടുക്കുന്ന DIG പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഒരു കാര്യം ഞാൻ അടിവരായിട്ട് പറയാം, ഇതുപോലെയുള്ള ചില ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് രാജ്യത്തിന് മാതൃകയായി നമ്മുടെ കേരള പോലീസിനെ അപമാനിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല.